ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് നമ്മൾ മൂന്നാം ഭാഗം റിവിഷനാണ് ചെയ്യുന്നത്. പാർട്ട് 3 റിവിഷൻ സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ. ഒരു ചോദ്യം ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇൻ ദ പിക്ചർ എക്സ്റ്റെൻസ് ദ കോഡ് AB and DC intersect at P. PA equals 12 cm, AB equals 7 cm, PC equals 4 cm. Find length of PB, length of CD. അപ്പോൾ ചിത്രം വരച്ച് അതിൻ്റെ അകത്തെല്ലാം അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചിത്രത്തിൽ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മലയാളത്തിലാണെങ്കിൽ ചോദ്യം എങ്ങനെ: ABCD എന്നീ ഞാണുകൾ നീട്ടി പിയിൽ ഖണ്ഡിച്ചിരിക്കുന്നു. PA 12 സെൻറ്റിമീറ്ററും AB 7 സെൻറ്റിമീറ്ററും PC 4 സെൻറ്റിമീറ്ററും ആയാൽ PBയുടെ നീളം എത്ര, CD-യുടെ നീളം എത്ര? നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കേ, PAയുടെ നീളം 12 സെൻറ്റിമീറ്റർ. ഓക്കെ, P തൊട്ട് A വരെയുള്ള നീളം 12, ABയുടേത് 7. അങ്ങനെയാണ് PB ഇതിൽ നിന്ന് കുറച്ചാൽ പോരെ? അതെ, നമുക്ക് ആൻസർ എഴുതാം. PA minus AB equals PB. That is PB equals 12 minus 7 equals 5 centimeter. കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തത്, ഇതിന് നമുക്ക് CD ഇല്ല, PD ഇല്ല. നമ്മൾ പഠിച്ച റിലേഷൻ എന്താണ്? PA ഇൻറ്റു PB, മൊത്തം നീളവും വൃത്തം വരെ വൃത്തത്തിന് പുറത്തേക്കുള്ള നീളവും, പിന്നെ മൊത്തം നീളവും വൃത്തത്തിന് പുറത്തേക്കുള്ള നീളവും, ഈ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് തുല്യമായിരിക്കും PD ഇൻറ്റു PC. നമുക്ക് തന്നിരിക്കുന്ന വിലകളൊക്കെ കൊടുക്കാം. PA എത്ര? 12 ഗുണം PB നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 5 സമം PD എത്ര അറിയത്തില്ല, PC എത്ര? 4. Therefore PD equals എന്താണ്? 12 5 60, 60/4 സമം 15 എന്ന് കിട്ടും അല്ലേ? മൊത്തം നീളം 15 ഇത് 4 ആണെങ്കിൽ ഇത് കിട്ടും. CD കിട്ടത്തില്ലേ? Therefore CD equals PD minus PC. 15 മൈനസ് 4 സമം 11 സെൻറ്റിമീറ്റർ. എളുപ്പമായില്ലേ? ഓരോ കോൺസെപ്റ്റും എവിടെ ഉപയോഗിക്കണം നമുക്ക് ഓർമ്മ വേണം. രണ്ടാമത്തെ ചോദ്യം: ഇൻ ദ പിക്ചർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ABC ആർ പോയിന്റ്സ് ഓൺ ഇറ്റ്. പ്രൂവ് ദാറ്റ് ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈക്വൽസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോഴേ നമുക്ക് ഈ ചോദ്യം മലയാളത്തിലാണെങ്കിലോ, ചിത്രത്തിൽ O വൃത്തകേന്ദ്രം, ABC വൃത്തത്തിലെ ബിന്ദുക്കളാണ്. എന്നാൽ കോൺ OAC പ്ലസ് കോൺ ABC സമം 90 ഡിഗ്രി എന്ന് തെളിയിക്കാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറെ കൺസ്ട്രക്ഷൻ ചെയ്യണം, നിർമ്മിതികളുണ്ടല്ലേ. ഇതാ ഞാൻ ഇങ്ങോട്ട് യോജിപ്പിക്കുന്നു, അതുപോലെ ഇവിടെ യോജിപ്പിക്കുന്നു. നോക്കിക്കേ, ഒരു അളവും തന്നിട്ടില്ല. അപ്പോഴേ കോൺ OAC ആണ് ചോദിച്ചിരുന്നത്, ഈ കോൺ OAC. അപ്പൊ ഇതിന് X എന്ന് കൊടുക്കാം. അപ്പൊ ഇത് എന്തായിരിക്കും? X തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ലെറ്റ് ആംഗിൾ OAC ഈക്വൽസ് X. Therefore ആംഗിൾ OCA is also X. എന്താണ്? OAയും OCയും റേഡിയസ് ആണ് അല്ലേ? അപ്പം അത് രണ്ട് ഈക്വൽ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. എന്താണ്? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും, ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇതിപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ട് വന്നു. അതുപോലെ തന്നെ മറ്റുള്ള ട്രയാങ്കിളും, ഈ 3 ട്രയാങ്കിളും നമുക്ക് എടുക്കാം. OAയും OBയും OCയും എല്ലാം റേഡിയസ് ആണ് അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് ഇവിടെ Y എന്ന് കൊടുത്താൽ ഇത് എന്ത് തന്നെയായിരിക്കും? Y ആയിരിക്കും അല്ലേ? അപ്പൊ ഇൻ ട്രയാങ്കിൾ OBC let angle OCB equals Y. എന്തുകൊണ്ടാണ്? സെയിം റീസൺ. എന്താണ്? OCയും OBയും റേഡിയസ് ആണ്.
therefore angle OBC equals 1. അപ്പം ഇനി ഇതിനെ നമുക്ക് Z എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്ത് തന്നെയായിരിക്കും? Z ആയിരിക്കും. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ലെറ്റ് ആംഗിൾ OAB equal Z, therefore angle OBA is also Z. എല്ലാം കൊടുത്ത ഇനി നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം 90 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. OAC പ്ലസ് ABC ഈക്വൽസ് 90 എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. അത് രണ്ടും എഴുതാം. ആംഗിൾ OAC പ്ലസ് ആംഗിൾ ABC ഈക്വൽസ് എത്ര? OAC എത്ര? OAC എക്സ്, ABC ABC B എന്ന് പറയുമ്പോൾ ഈ ഫുൾ ആംഗിൾ ആണ്. കണ്ടാ YZ, അപ്പോൾ Y പ്ലസ് Z എന്ന് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. X പ്ലസ് Y പ്ലസ് Z എത്ര നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഇൻ എ ട്രയാങ്കിൾ സം ഓഫ് ത്രീ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഈ മൂന്ന് ആംഗിളും കൂടെ കൂട്ടി വെക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് സെഡ്, ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ പ്ലസ് സെഡ്, ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. അപ്പോൾ 2x 2y 2z 180 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. അത് തന്നെയല്ലേ നമുക്കിവിടെ ഈക്വൽ ടു 90 ഡിഗ്രി, ഹെൻസ് പ്രൂവ്ഡ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ ദ സർക്കിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് intersect the middle circle at P, Q, R and S. The lines joining them meet the left and right circles at A, B, C, D. Prove that ABDC is a cyclic quadrilateral. മലയാളത്തിലെ ചിത്രത്തിലെ ഇടതും വലതും വൃത്തങ്ങൾ നടുവിലെ വൃത്തത്തിനെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് PQRS. ഇവ യോജിപ്പിക്കുന്ന വരകൾ ഇടതും വലതും വൃത്തങ്ങളുമായി ABCD എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു. ABDC ഒരു ചക്രീയ ചതുർഭുജം എന്ന് തെളിയിക്കാം. ഈ പടം കണ്ടിട്ടുണ്ടോ? ഈ പടം നല്ല പരിചയമുള്ളതല്ലേ? നിങ്ങൾ ടെക്സ്റ്റിലുള്ളതാണ്. എന്താണ് ചക്രീയ ചതുർഭുജം? എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ഒരു ക്വാഡ്രിലാറ്ററിന് 4 ബിന്ദുക്കളും ഒരു സർക്കിളിലാണെങ്കിൽ അതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി. ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പം നമുക്ക് ഇത് തെളിയിക്കാം. ഇവിടെ കൺസ്ട്രക്ഷൻ ഉണ്ട്. ജോയിൻ PQ, ജോയിൻ RS. അപ്പം PQവും RSും യോജിപ്പിക്കുക. അപ്പം ഇവിടെ ഒരു ആംഗിളും തന്നിട്ടില്ല. അപ്പം നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? ABDC is a cyclic quadrilateral എന്ന് തെളിയിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നോക്കിക്കേ, ആദ്യത്തെ ഇതെടുത്ത് ഇതും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? നോക്കിക്കേ, ABQP 4 points lie on the circle. PQSR 4 points lie on the circle. RSDC 4 points lie on the circle. These are all cyclic quadrilaterals. ഈ വലിയ ക്വാഡ്രിലാറ്ററൽ അതായത് ABDC ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞ്. ഇപ്പം 3 എണ്ണം നമുക്ക് 3 സർക്കിളിൽ 3 എണ്ണം കാണുന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന വലിയ ക്വാഡ്രിലാറ്ററലാണ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മെഷർ ഒന്നും തന്നിട്ടില്ല. ഈ ആംഗിൾ എക്ക് ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇതാണ് സമ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി. ഇത് രണ്ടും കൂടെ, ഇത് 40 ആണെങ്കിൽ ഇത് 140, ഇത് 50 ആകുമ്പോൾ ഇത് 130, 100 ആകുമ്പോൾ 80, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കണം. ഇവിടെ 180 മൈനസ് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി 180 മൈനസ് എക്സ് ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ലീനിയർ പെയർ, രേഖീയ ജോഡികൾ അനുപൂരകമാണ്. അതായത് 180 രണ്ടും കൂടെ 180. അപ്പോൾ 180 മൈനസ് എക്സ്
180 നിന്ന് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക ആൻസർ? എക്സ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ എക്സ്. പിന്നെ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓപ്പോസിറ്റ് ആംഗിൾ എത്ര? ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്ര? 180 മൈനസ് എക്സ്. ഇത് 180 മൈനസ് എക്സ് ആകുമ്പോൾ ഇത് എത്ര? എക്സ്. ലീനിയർ പെയർ, രേഖീയ ജോഡികൾ അനുപൂരകമാണ്. അപ്പൊ ഇത് എക്സ് ആണ്. ഇത് എത്ര? 180 മൈനസ് എക്സ്. 180 മൈനസ് എക്സ്. അപ്പൊ ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിള് അറിയത്തില്ല, അതിന് വൈ എന്ന് എടുക്കാം. ലെറ്റ് ആംഗിൾ ബി ഈക്വൽസ് വൈ. ഇത് വൈ ആണ്. ഇത് എത്ര? 180 മൈനസ് വൈ. 180 മൈനസ് വൈ ആണ്. ഇത് എത്ര? വൈ. അത് വൈ ആണ്. ഇത് എത്ര? 180 മൈനസ് വൈ. ഇത് 180 മൈനസ് വൈ ആണ്. ഇത് എത്ര? വൈ. ഇവിടെ വൈ ആണ്. ഇത് എത്ര? 180 മൈനസ് വൈ. നോക്കിക്കേ, എല്ലാം ആയി. നമുക്ക് സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി എന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ചോദ്യം വലുതാണെങ്കിൽ ഉത്തരം ചെറുതാണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി. നോക്കിക്കേ, എക്സ് പ്ലസ് 180 മൈനസ് എക്സ് എത്ര? എക്സ് എക്സ് വെട്ടിപ്പോ എത്ര കിട്ടും? 180 എന്ന് കിട്ടും. അതുപോലെ ബി പ്ലസ് സി നോക്കിക്കേ, എ പ്ലസ് ഡി ആണ്. എ പ്ലസ് ഡി. ഇനി അടുത്ത ബി പ്ലസ് സി നോക്കിക്കേ, ബി പ്ലസ് സി. ബി എത്ര? വൈ. വൈ പ്ലസ് 180 മൈനസ് വൈ. വൈയും വൈയും ക്യാൻസൽ ആവും, 180. അപ്പോൾ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? എ ബി ഡി സി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ. ചോദ്യം 4. In the figure, angle P equals 90 degrees. Sides of a triangle APC are extended to B and D. If a circle is drawn with AC as the diameter, where will be the position of P with respect to that circle? What about the position of P if the circle is drawn with the AD as diameter? Prove that the circle drawn with the sides of the quadrilateral with the perpendicular diagonals will meet at a common point. മലയാളത്തിലാണ് നമുക്ക് എങ്ങനെ പറയാം? ചിത്രത്തിൽ കോൺ ബി 90 ഡിഗ്രി ആണ്. ത്രികോണ എ പി സിയുടെ വശങ്ങൾ നീട്ടി അതിൽ ബി ഡി എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എ സി വ്യാസമായ വൃത്തം വരച്ചാൽ പിയുടെ സ്ഥാനം എവിടെയാണ്? എ ഡി വ്യാസമായ വൃത്തം വരച്ചാൽ പിയുടെ സ്ഥാനം എവിടെയാണ്? വികർണങ്ങൾ പരസ്പരം ലംബമായ ഒരു ചതുർഭുജത്തിൻ്റെ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളുടെ ഒരു പൊതുവായ ബിന്ദുക്കളിലൂടെ വൃത്തങ്ങൾ എല്ലാം ഒരു പൊതുവായ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് തെളിയിക്കുക. അപ്പം 3 പാർട്ടാണ് ചോദ്യത്തിൽ ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ രണ്ടും. അപ്പം ഇത് 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആംഗിൾ പി ഈക്വൽസ് 90 ഡിഗ്രി. ട്രയാംഗിൾ എ പി സി ആംഗിൾ പി ഈക്വൽസ് 90 ഡിഗ്രി. വാട്ട് ദ പൊസിഷൻ ഓഫ് പി വിത്ത് ഇഫ് യു ഡ്രോ എ സർക്കിൾ വിത്ത് എ സി ആസ് ഡയമീറ്റർ? എ സി ഡയമീറ്റർ ആയിട്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ പിയുടെ സ്ഥാനം എവിടെയാണ്? എൻ്റെ വൃത്തം ഒന്നും നോക്കണ്ട, ഇങ്ങനെ പോകും വൃത്തം. അപ്പോൾ ഇതെത്ര? 90 ഡിഗ്രി. ഒന്നാമത്തെ ആൻസർ ആംഗിൾ പി ഈക്വൽസ്, സിൻസ് ആംഗിൾ പി ഈക്വൽസ് 90 ഡിഗ്രി, സിൻസ് ആംഗിൾ പി ഈക്വൽസ് 90 ഡിഗ്രി, പി ഈസ് ഓൺ ദ സർക്കിൾ. ഇതാണ് ഫസ്റ്റ് പാർട്ട് ചോദ്യം. രണ്ടാമത്തത് ഇഫ് യു ഡ്രോ എ ഡി ജോയിൻ ചെയ്യുക. എ ഡി ആസ് ഡയമീറ്റർ ഇത് എത്ര? ഇത് 90 ആയിരിക്കത്തില്ലേ? സ്ട്രൈറ്റ് ലൈൻ അല്ലേ, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ ഇതും 90 ആയിരിക്കും. ഇഫ് യു ഡ്രോ എ സർക്കിൾ ത്രോ എ ഡി ആസ് ഡയമീറ്റർ അങ്ങനെ പോകും. എൻ്റെ ഫിഗർ ഒന്നും നോക്കണ്ട. അപ്പം ഇങ്ങനെ ആയിരിക്കും പോകുന്നത് കേട്ടോ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം അവിടെയും എന്താണ്? പി ഈസ് ഓൺ ദ സർക്കിൾ. 90 ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ 3 പോയിന്റ് നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. 90 ആണെങ്കിൽ വൃത്തത്തിൽ, 90 കൂടുതലാണെങ്കിൽ വൃത്തത്തിനകത്ത്, 90 കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്ത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് ജോയിൻ ചെയ്ത് ക്വാഡ്രിലാറ്ററലാക്കാം. ഞാൻ ഇതങ്ങ് മായ്ക്കാണ്.
ഇത് ജോയിൻ ചെയ്യാണ്. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഓരോ ഇപ്പൊ ക്വാഡ്രിലാറ്ററലായില്ലേ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ എന്താണ് ഓരോ വശങ്ങളിലൂടെയും വൃത്തം വരയ്ക്കുമ്പോൾ അത് പൊതുവായിട്ടുള്ള ഒരു ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു എന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ അടുത്ത മൂന്നാമത്തെ ചോദ്യം, സി. അപ്പൊ ഞാൻ വൃത്തം വരയ്ക്കുന്നത് ശരിയാവത്തില്ല. ഇവിടെ 90 ആണ്. അപ്പൊ AC വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ച ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? പിന്നെ AD ഇത് 90 അത് നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ചെയ്ത്. ഇനി BC വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ച ഇത് എത്ര 90 അല്ലേ? എല്ലാം 90 ആണ്. വൃത്തം വരച്ചാൽ ഇങ്ങനെ പോകും. പിന്നെ BD വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ അതും ഇങ്ങനെ തന്നെ പോകുന്നത് അല്ലേ? അപ്പം ഇവിടെ ഈ P അല്ലേ പേര് കൊടുത്തിരിക്കുന്ന. ഓക്കെ, ആംഗിൾ APC ഈക്വൽസ് 90 ഡിഗ്രി. ആംഗിൾ BPC ഈക്വൽസ് 90 ഡിഗ്രി. ആംഗിൾ BPD equals 90 degree. Angle BPD APD equals 90 degree. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിക്കേ. ആംഗിൾ APC പ്ലസ് ആംഗിൾ BPC പ്ലസ് ആംഗിൾ BPD പ്ലസ് ആംഗിൾ APD equals 90 plus 90 plus 90 plus 90 എത്ര കിട്ടും? 360. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. അപ്പൊ ഈ പോയിന്റിൽ കൂടെയാണ് എല്ലാം കടന്നു പോകുന്നത്. 4 സർക്കിളും കടന്നു പോകുന്നത് ആ പോയിന്റ് Pയിലൂടെയാണ്. മനസ്സിലായല്ലോ? ഇതാണ് ചോദ്യം. പടവും ചോദ്യമൊക്കെ കാണുമ്പോൾ പാടായിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ്. അപ്പൊ 4 ചോദ്യങ്ങളായി. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഇതുപോലൊരു ചിത്രം ടെക്സ്റ്റിലില്ലേ ഉണ്ട്. ഓക്കെ.